ഇടുക്കി കുമളിയിൽ CPM പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായിസം. നിർധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ CPM നേതാവ് ജിജോ രാധാകൃഷ്ണൻ തകർത്തു. മീറ്ററും പൊട്ടിച്ചെറിഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പോസ്റ്റിൽ നിന്ന് വൈദ്യുതി വലിക്കാനാകില്ലെന്ന് ആരോപിച്ചായിരുന്നു CPM നേതാവിന്റെ ഗുണ്ടായിസം. സുബിൻ തോമസ് ചേർന്ന വിവരങ്ങളുമായി. സുബിൻ, കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അതായത് ഈ വൈദ്യുതി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പോസ്റ്റിൽ നിന്ന് വൈദ്യുതി വലിക്കാനാകില്ല എന്ന് പറയുന്ന ആരോപണത്തിന് പിന്നിൽ എന്താണ്? ഇനി ആരോപണം ഉണ്ടെങ്കിൽ തന്നെ ഈ ഗുണ്ടായിസം കാണിക്കേണ്ടി വന്നത് എന്തിനാണ്? ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇന്നലെ രാവിലെയാണ് ഈ 11ാം വാർഡിലെ താമസക്കാരനായ ദണ്ഡപാണിയുടെ വീട്ടിൽ KSEB കറണ്ട് കണക്ഷൻ നൽകുന്നത്. അദ്ദേഹം പുതിയ വീട് വെച്ചതാണ്. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അദ്ദേഹം വെച്ചൊരു വീട്ടിലാണ് ഈ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത്. ഈ വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന സമയത്ത് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജിജോ രാധാകൃഷ്ണനും ഒരു സംഘം ആളുകൾക്കെതിരെ ഇവരുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ ഈ നാട്ടിൽ സ്ഥാപിച്ച പോസ്റ്റാണ്, ഈ പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വൈദ്യുതി നൽകാൻ കഴിയില്ല എന്ന തരത്തിൽ നിലപാടെടുത്തിരുന്നു. ഇതിനുശേഷം ഇവർ KSEB ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും ഈ KSEB ഉദ്യോഗസ്ഥരുടെ വന്ന് പരിശോധനയെല്ലാം നടത്തിയ ശേഷമാണ് ഇവർക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഇത്തരത്തിൽ വസ്തുതാപരമായ ഒരു കാര്യമാണ് പ്രധാനമായും ഈ ജിജോ രാധാകൃഷ്ണൻ പറയുന്നത്. അതായത് സ്വകാര്യ സ്ഥലത്തെ പോസ്റ്റ് ആണെന്നുള്ളതും ഈ വഴിക്ക് കുറുകെ കേബിൾ വലിക്കാൻ, അതായത് സർവീസ് വയർ വലിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു വാദം. പ്രധാനമായും ഈ പോസ്റ്റ് നിൽക്കുന്നത് പഞ്ചായത്ത് റോഡിലാണ്. അതായത് അവിടെ 3 നടപ്പുഴി ഉണ്ടായിരുന്നു. 4 വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്. ആ 4 വീട്ടുകാർക്ക് വേണ്ടി 3 അടിയോളം വരുന്ന നടപ്പുഴി ഉണ്ടായിരുന്നു. ഈ നടപ്പുഴിയിൽ വാഹനങ്ങൾ കയറത്തില്ലാത്തത് കൊണ്ട് പുതിയ വാഹനങ്ങൾ കയറ്റുന്നതിന് വേണ്ടി ഈ 4 വീട്ടുകാർ കുറച്ച് സ്ഥലം കൂടി വാങ്ങി പഞ്ചായത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ഈ സ്ഥലം നിലവിൽ പഞ്ചായത്തിന്റെ കൈവശമാണുള്ളത്. ആ പഞ്ചായത്തിന്റെ സ്ഥലത്താണ് ഈ പോസ്റ്റ്. ഈ പോസ്റ്റിന് ഈ വ്യക്തികളുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് KSEB തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിലും കറണ്ട് കണക്ഷൻ കൊടുക്കാത്ത തരത്തിലുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റാണ്. ആരും വ്യക്തിപരമായി വാങ്ങിയിട്ട് പോസ്റ്റല്ല എന്നുള്ളതാണ് KSEB നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ കുടുംബത്തിന് ഒരു തരത്തിലും വൈദ്യുതി കണക്ഷൻ നൽകാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് ഈ മെമ്പർ എടുത്തിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഈ ജിജോ രാധാകൃഷ്ണൻ ഇവിടെ എത്തുകയും ഈ കയർ ഉപയോഗിച്ച് ഈ സർവീസ് വയർ വലിച്ചു പൊട്ടിക്കുകയും മീറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചടക്കുകയും ചെയ്തത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി സംസാരിക്കുന്നതാണ്. ഈ സംസാര സമയത്ത് KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർദ്ദേശപ്രകാരം സബ് എഞ്ചിനീയർ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏതരത്തിലാണ് ഈ കാര്യങ്ങൾ അവിടെ നടത്തിയത്, ഏത് തരത്തിലാണ് കറണ്ട് കണക്ഷൻ കൊടുത്തത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലും ഈ രാധാകൃഷ്ണനും ഒപ്പം നിൽക്കുന്ന മറ്റാളുകളും ഭീഷണി മുഴക്കുന്നത് കേൾക്കാം. അത് പ്രധാനമായും കൃത്യമായി പരിശോധന നടത്തി ഈ സ്ഥലം പഞ്ചായത്തിന്റേതാണ്, ഈ പോസ്റ്റിന് ഈ പറയുന്ന വ്യക്തികളുമായി സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച പോസ്റ്റല്ല നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുമ്പോൾ അത് നിങ്ങളോട് ആര് പറഞ്ഞു എന്നുള്ള തരത്തിൽ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ ഒരു തരത്തിലും വൈദ്യുതി നൽകാൻ അനുവദിക്കില്ല എന്നുള്ള ആ തരത്തിലുള്ള ഒരു സംസാരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നിലവിൽ ദണ്ഡപാണി, അതായത് ഈ ജിജോ രാധാകൃഷ്ണനെതിരെ കുമളി പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. ഈ KSEB ഉദ്യോഗസ്ഥരും ജിജിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി സുബിൻ.